പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ബില്ലുകൾ ഏതൊക്കെയാണ് ഈ മൺസൂൺ സെഷനിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. 8 പ്രധാനപ്പെട്ട ബില്ലുകളാണ് കേന്ദ്രം ഇത്തവണ മൺസൂൺ സെഷനിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും വരാനിരിക്കുന്ന മൺസൂൺ സെഷനിലാണ് ആകെ 8 പുതിയ ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. ഈ സമ്മേളനം ജൂലൈ 21 മുതൽ ആരംഭിച്ച് ഇപ്പോൾ ഓഗസ്റ്റ് 19 വരെ തുടരും. നേരത്തെ മൺസൂൺ സമ്മേളനം ഓഗസ്റ്റ് 12 വരെ തുടരേണ്ടതായിരുന്നു. പിന്നീട് ഇതൊരു ആഴ്ചത്തേക്ക് നീട്ടി. ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിവരങ്ങൾ നൽകിയ പ്രധാന ബില്ലുകളിൽ നികുതി, വിദ്യാഭ്യാസം, കായികം, ധാതു, നയം തുടങ്ങിയ മേഖലകളിൽ ബന്ധപ്പെട്ട ബില്ലുകൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മൺസൂൺ സമ്മേളനത്തിൽ കേന്ദ്രം അവതരിപ്പിക്കുന്നത് മണിപ്പൂർ GST ഭേദഗതി ബില്ല് 2025 എന്ന ബില്ലാണ്. പബ്ലിക് ട്രസ്റ്റ് അതായത് വ്യവസ്ഥകളുടെ ബില്ല് 2025, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ബില്ല് 2025, നികുതി ഭേദഗതി നിയമങ്ങളാണ് 2025 ബില്ല്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പൈതൃക സ്ഥലങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കുന്ന ബില്ല് അത് അവതരിപ്പിക്കും. ഖനികളുടെ വികസനത്തിനും ഖനികളുടെ നിയന്ത്രണത്തിനും വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കും. ദേശീയ കായിക അഡ്മിനിസ്ട്രേഷൻ ബില്ല് 2025 അവതരിപ്പിക്കും. പോരാത്തതിന് ദേശീയ ഉത്തേജക ഭേദഗതി വിരുദ്ധ ബില്ല് അവതരിപ്പിക്കും. ഈ ബില്ലുകളെല്ലാം തന്നെ ലോക്സഭയിൽ പാസ്സാകുമെന്നാണ് വിചാരിക്കുന്നത്. ഗോവ സംസ്ഥാന നിയമസഭ പുനഃസംഘടനാ ബില്ല് 2024, മർച്ചന്റ് ഷിപ്പ് ബില്ല് 2024, ഇന്ത്യൻ തുറമുഖ ബില്ല്, ആദായ നികുതി ബില്ല് എന്നിങ്ങനെയുള്ള ബില്ലും അവതരിപ്പിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 3 മാസത്തിലേറെ നീണ്ട ഈ ഇടവേളയ്ക്ക് ശേഷം രാജ്യസഭയും ലോക്സഭയും ജൂലൈ 21 രാവിലെ 11 മണിക്ക് യോഗം ചേരും. നേരത്തെ 25 ആദ്യ പാർലമെൻറ്റ് സമ്മേളനം, അതായത് ബജറ്റ് സമ്മേളനം ജനുവരി 31 ആരംഭിച്ച് ഏപ്രിൽ 4 അവസാനിച്ചിരുന്നു. തുടർന്ന് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. ഇപ്പോഴാണ് ഇനി ഇത് വീണ്ടും തുടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.